പ്രിയ സുഹൃത്തുക്കളെ, ഗുഡ്നസ് ടി വിയിലൂടെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പര കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ വന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ബഥാനിയായിൽ ലാസറിൻ്റെ സഹോദരിയായ മറിയം കർത്താവിൻ്റെ പാദങ്ങൾ തൈലാഭിഷേകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങളാണ് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് 12 മുതലുള്ള വചനഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വചനഭാഗം കർത്താവ് ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനം നടത്തുന്നതിനെക്കുറിച്ചാണ് 4-ാം സുവിശേഷകൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് 12 മുതൽ 19 വരെയുള്ള കർത്താവിൻ്റെ രാജകീയ പ്രവേശം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിലെടുത്ത് യോഹന്നാൻ 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ വായിക്കുക. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പന ഓലകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രയേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശുവാകട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തപ്പോൾ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. അപ്പോൾ ഫരിസയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വചനഭാഗം രാജകീയ പ്രവേശം നടത്തുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രവാചകന്മാരുടെ പീഡാസഹനങ്ങളുടെയും മരണത്തിൻ്റെയും ഇടമായ ജെറുസലേമിലേക്കുള്ള യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശമാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് 4-ാം സുവിശേഷകനായ യോഹന്നാൻ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ ഈ രാജകീയ പ്രവേശനത്തിന് ഒരു ഭൗതിക പരിവേഷമാണുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു പുതിയ രാജാവ് ഭരണമേൽക്കുമ്പോൾ ഔദ്യോഗികമായ നഗരപ്രവേശനം നടത്തുക പതിവുണ്ടായിരുന്നു ആ കാലങ്ങളിലൊക്കെയും. അപ്പോൾ രാജാവ് തങ്ങളുടെ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്ന ഓശാന ഗീതങ്ങൾ ആലപിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ എതിരേൽക്കുമായിരുന്നു എന്നും ചില ചരിത്ര പുസ്തകങ്ങളിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ആ കാലയളവിൽ, യേശു കർത്താവിൻ ജീവിച്ചിരുന്ന കാലയളവിൽ സംഭവിച്ചിരുന്ന ചില ഭൗതികമായ രാജാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വരവേൽപ്പിനെക്കുറിച്ചും രാജകീയമായ നഗരപ്രവേശനത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം ഭൗതികമായ ഒരു പരാമർശമായി ഇതിനെ കാണുന്നവരുണ്ട്. യേശു കർത്താവ്
രാജകീയ പ്രവേശം നടത്തുന്ന ജെറുസലേമിലേക്കുള്ള വരവിൽ 4 സുവിശേഷങ്ങളും ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു ചരിത്രമാണ്, ചരിത്ര സംഭവമാണ് എന്ന് ഒന്നിലധികം പേർ, 4 പേർ കൃത്യമായി, മത്തായിയും മർക്കോസും ലൂക്കായും എന്ന് പറയുന്ന സമാന്തര സുവിശേഷകന്മാരും 4-ാം സുവിശേഷകനായ യോഹന്നാനും 4 പേരും ഒരുപോലെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ് കർത്താവിൻ്റെ രാജകീയ പ്രവേശം എന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വിവരണത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകതകൾ കണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ രാജകീയ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, തിരുനാളിന് വന്ന ജനം ഈശോയ്ക്ക് നൽകിയ രാജകീയ വരവേൽപ്പ് ലാസറിനെ ഉയർപ്പിച്ച സംഭവവുമായി യോഹന്നാൻ ശ്ലീഹ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 12 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവന് ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവന് സ്വീകരിക്കാൻ വന്നത് എന്ന് 12 മുതലുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആദ്യത്തെ ഒരു വ്യത്യാസം സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും യോഹന്നാന് നൽകുന്ന വ്യത്യസ്തത എന്താണ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, തിരുനാളിന് വന്ന ജനം ഈശോയ്ക്ക് നൽകിയ രാജകീയ വരവേൽപ്പ് ലാസറിനെ ഉയർപ്പിച്ച സംഭവവുമായി യോഹന്നാൻ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എന്ന കാരണത്താലാണ്. ജെറുസലേമിൽ തിരുനാളിനു വേണ്ടി ധാരാളം യഹൂദർ വന്നിട്ടുണ്ട്. ആ യഹൂദന്മാർ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുക, ലാസറിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 4-ാം സുവിശേഷകനായ യോഹന്നാൻ ഈ വചനഭാഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊരു കാരണവും വളരെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും യേശു കർത്താവ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ച് ഒരുപക്ഷെ തൻ്റെ ഉയർപ്പിനെ ലോകത്തിന് അവതരിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന കർത്താവ് അതിനു മുൻപ് തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ ചെയ്യുന്ന വലിയൊരു അടയാളമുണ്ട്. ഇതൊരു വലിയ അത്ഭുത പ്രവൃത്തിയായി 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ അത്ഭുത പ്രവൃത്തി കണ്ട് വലിയൊരു ജനക്കൂട്ടം കർത്താവിനെ സ്വീകരിക്കുകയാണ് ജെറുസലേമിലേക്ക് രാജാവിനെ പോലെ തന്നെ. ഈ ആദ്യത്തെ വ്യത്യസ്തതയ്ക്ക് ചേർന്നു പോകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സമാന്തര സുവിശേഷങ്ങളിൽ ഈശോയ്ക്ക് ഇരിക്കാനുള്ള കഴുതയെ കണ്ടെത്തുന്നത് ഈശോയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ച ശിഷ്യന്മാരാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സമാന്തര സുവിശേഷങ്ങളിൽ പ്രധാനമായും മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് തന്നെയും ഒരു നിർദ്ദേശം കൊടുത്ത് ശിഷ്യന്മാരെ അയക്കുകയാണ്. തനിക്ക് മുൻപേ ജെറുസലേമിലേക്ക് പോയിട്ട് അവിടെ ഒരു കഴുതയെയും കഴുതക്കുഞ്ഞിനെയും കാണുമെന്നും അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ യജമാനന് ഈ കഴുതക്കുഞ്ഞിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണമെന്നും ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെയാണ് യേശു കർത്താവിന് വേണ്ടി ശിഷ്യന്മാർ കണ്ടെത്തേണ്ടത് എന്നുമുള്ള പരാമർശം വളരെ കൃത്യമായി യേശു കർത്താവ് തന്നെ നൽകിയിട്ടാണ് ആ ശിഷ്യന്മാരെ അയക്കുന്നത്. എന്നാൽ ഈ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ തന്നെയാണ് തനിക്കിരിക്കാനുള്ള കഴുതയെ കണ്ടെത്തുന്നതായി 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗമാണത്. കർത്താവ് അതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണുകയും അതിന്മേൽ ആരോഹണം ചെയ്യുകയും കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചു എന്നുമാണ് ഒരു വ്യത്യസ്തതയോടുകൂടെ യോഹന്നാൻ സുവിശേഷകൻ സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും ഭിന്നമായി അവതരിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രാധാന്യമെന്ന് പറയുക. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ
നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായ വചനഭാഗമുണ്ട്. പഴയ നിയമത്തിൽ സഖറിയായുടെ പ്രവചന ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമാണ്. അത് സഖറിയായുടെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലുള്ള ഒരു വചനമാണ്. ആ വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സഖറിയ 9-ാം അധ്യായം 9-ാം തിരുവചനം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇപ്രകാരം പഴയ നിയമത്തിൻ്റെ സഖറിയായുടെ പ്രവചന ഗ്രന്ഥം, പഴയ നിയമത്തിലെ അവസാന പുസ്തകങ്ങളിലൊന്നായ സഖറിയായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിലാണ് ഇപ്രകാരം ഒരു വചനഭാഗം പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്ന വചനഭാഗം വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സഖറിയ ഒരു പ്രവചനം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആർത്തു വിളിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആനന്ദിക്കേണ്ടത്? അതിൻ്റെ കാരണം ഇതാണ്: നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ എങ്ങനെയാണ് നിന്റെ അടുക്കലേക്ക് വരുന്നത്? അവൻ പ്രതാപവാനും ജയശാലിയുമായിട്ടാണ് നിന്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ എപ്രകാരമുള്ള സ്വഭാവ സവിശേഷതയുള്ളവനാണ്? അവൻ വിനയാന്വിതനാണ്. വിനയാന്വിതനായ കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു കഴുതയെ അഥവാ കഴുതക്കുട്ടിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് 9-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ സഖറിയ പ്രവാചകൻ പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോട് ചേർന്നു പോകുന്ന വചനമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ യേശു കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിലും ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വിനയാന്വിതനായി അവൻ കടന്നു വരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. സഹോദരങ്ങളെ, കഴുതക്കുട്ടിയുടെ പുറത്തുള്ള ഈശോയുടെ സഞ്ചാരത്തെ 4 സുവിശേഷങ്ങളും ഈ പ്രവചനമായി ബന്ധപ്പെടുത്തുന്നുണ്ട് എങ്കിലും യോഹന്നാൻ ശ്ലീഹായ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടി സമാന്തര സുവിശേഷകന്മാർക്ക് ഒരുപക്ഷെ ഇല്ലാത്തതും 4-ാം സുവിശേഷകന് മാത്രമുള്ളതുമായ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. 4-ാം സുവിശേഷകനായ യോഹന്നാൻ്റെ അഭിപ്രായത്തിൽ ജനക്കൂട്ടത്തിൻ്റെ ആവേശത്തിന് ഈശോ നൽകുന്ന പ്രതികരണമായി കൂടി ഇതിനെ മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കും. ജനക്കൂട്ടം വലിയ ആവേശത്തിലാണ്. എന്താണ് അവരുടെ ആവേശത്തിൻ്റെ കാരണം? അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ തിരിച്ചറിയണം. ലാസറിനെ അവൻ്റെ ഗ്രാമത്തിൽ വന്ന് മരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിച്ചു എന്നുള്ള കാരണത്താൽ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. ജെറുസലേമിൽ തിരുനാളിന് വേണ്ടി വന്ന ജനക്കൂട്ടം കാണുന്നത് കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യുന്നു. ഇതുവരെയും ആരും ചെയ്തിട്ടില്ലാത്ത ഒരത്ഭുതം, അവൻ മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്, രാജകീയ പ്രവേശനം നടത്തുന്ന കർത്താവിനെ ആവേശത്തോടെ ജനം സ്വീകരിക്കാനുള്ള കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇപ്രകാരം സമാന്തര സുവിശേഷകന്മാരെക്കാൾ യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകമായ പരാമർശമായി ഇത് നിലനിൽക്കുന്നുണ്ട് എന്നത് ഈ പോസിറ്റീവ് പ്രതികരണത്തിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. ഈശോയെ തങ്ങളുടെ രാഷ്ട്രീയ നേതാവായി, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു രാജാവ് എന്ന നിലയിൽ സ്വീകരിച്ചതിൻ്റെയും അംഗീകരിച്ചതിൻ്റെയും തെളിവാണ് ജനക്കൂട്ടം ഈശോയ്ക്ക് നൽകിയ ഈ രാജകീയ വരവേൽപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കർത്താവിന് രാജകീയമായ ഒരു വരവേൽപ്പ് കൊടുക്കാനുള്ള കാരണം ഈശോയെ അവരുടെ ഒരു രാഷ്ട്രീയ നേതാവായി, ഒരു ഭരണകർത്താവായി, ഒരു രാജാവായി ആ ജനം കണ്ടു എന്നുള്ളത് കൊണ്ടും അവരെപ്രകാരം യേശു കർത്താവിനെ സ്വീകരിച്ചു എന്ന കാരണത്താലും കർത്താവിനെ വരവേൽക്കാൻ വലിയ ആവേശത്തോടുകൂടെ, വലിയ ആനന്ദത്തോടുകൂടെ, വലിയ സന്തോഷത്തോടുകൂടെ ആ ജനക്കൂട്ടം മുൻപോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഈ നിലപാട് തിരുത്തിക്കുറിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള രാജാവല്ല താൻ എന്ന് വ്യക്തമാക്കാനാണ് ഈശോ തൻ്റെ വാഹനമായി കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ സാധാരണ ഒരു രാജാവ് വരുന്നത് കുതിരപ്പുറത്താണ്. വിജയശ്രീലാളിതനായി എഴുന്നള്ളി വരുന്ന ഒരു രാജാവിനെ ചരിത്രഗ്രന്ഥങ്ങളൊക്കെയും അവതരിപ്പിക്കുന്നത് ശക്തിയേറിയ കുതിരയുടെ പുറത്ത് കയറി വരുന്ന രാജാവായിട്ടാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവായി, ഒരു ഭരണകർത്താവായി, ഇഹലോകത്തിൻ്റെ ഒരു രാജാവായിട്ടല്ല തന്നെ ഈ ജനം കാണേണ്ടത് എന്ന് യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുതിരയ്ക്ക് പകരം കഴുതയുടെ പുറത്ത് കയറി കർത്താവ് വരുന്നതിലൂടെ. ഇതൊരു വ്യത്യസ്തമായ കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു നിലപാടുണ്ടാകണം ആർക്കും. ആ നിലപാടു തറയിൽ നിന്നുകൊണ്ട് വേണം ഞാനും നിങ്ങളും സംസാരിക്കാൻ. നിലപാടെന്ന് പറയുന്നത് കേവലം പറയുന്നതിൽ മാത്രമല്ല, മറിച്ച് ജീവിക്കുന്നതിലും ആ നിലപാടുള്ളവരെയാണ് എ മാൻ ഓഫ് ക്രെഡിബിലിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പറയുന്ന നിലപാടിനനുസരിച്ച് ജീവിക്കുന്നവനാകുമ്പോഴാണ്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പ്രധാനമായും പൊതുജനത്തിൻ്റെ ആക്ഷേപം എന്ന് പറയുക രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചും ഭരണകർത്താക്കളെക്കുറിച്ചും ഒക്കെയാണ്. അവർ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരാണെന്ന് പറയും. കാരണം എന്താ? അവരൊന്നു പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, വലിയ അന്തരമുണ്ട് എന്ന കാരണത്താൽ ഇപ്രകാരമൊക്കെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ഒരു നിലപാട് ഏറ്റെടുക്കുകയാണ്. എന്താ അത്? വിനയാന്വിതനായി അവൻ കഴുതപ്പുറത്താണ് എഴുന്നള്ളുന്നത് എന്ന കാരണത്താൽ. രാജാക്കന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സാധാരണ കുതിരപ്പുറത്താണ് സഞ്ചരിക്കാറുള്ളത്. യുദ്ധം ചെയ്യാനും കീഴടക്കാനുമുള്ള ശക്തിയുടെ പ്രതീകമായിട്ടാണ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജാക്കന്മാരെ ചരിത്ര പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോകുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ കീഴടക്കാൻ വേണ്ടിയിട്ട് സർവ വിജയശ്രീലാളിതനായി വരുന്ന രാജാക്കന്മാരെയാണ് ചരിത്രഗ്രന്ഥങ്ങൾ കുതിരപ്പുറത്ത് അവതരിപ്പിക്കുക. യേശു കർത്താവ് കുതിരയ്ക്ക് പകരം കഴുതയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്ന ധാർഷ്ട്യമുള്ള പിടിച്ചടക്കുന്ന ഒരു രാജാവിൻ്റെ ശൈലി അല്ലെന്നും, മറിച്ച് സ്വർഗലോകത്തിൻ്റെ രാജാവ് എന്ന നിലയിൽ വിനയാന്വിതനായിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കഴുതപ്പുറത്ത് വരുന്നത് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും കഴുത സാധാരണക്കാരൻ്റെ വാഹനമാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് അല്ല കഴുതയുടെ പുറത്ത് അലക്കാനുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങളുമായി പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചില കഥാപുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അത് കുതിരപ്പുറത്തല്ല സാധാരണക്കാരായ മനുഷ്യർ പോകുന്നത്. അത് കോസ്റ്റ്ലിയാണ്, ചിലവേറുന്നതാണ്. അതോടൊപ്പം രാജാക്കന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന, സൈനികർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് കുതിര എന്ന് പറയുന്ന ജീവി. എന്നാൽ കഴുതയെ സാധാരണക്കാരൻ്റെ വാഹനമായി, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർക്കും പ്രാപ്യമായ ചിലവ് കുറഞ്ഞ വാഹനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കർത്താവ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാനായി സാധിക്കും. കഴുതക്കുട്ടിയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് താൻ സമാധാനത്തിൻ്റെ രാജാവാണെന്ന് ഈശോ ജനക്കൂട്ടത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താൻ സമാധാനത്തിൻ്റെ രാജാവാണ്, യുദ്ധപ്രിയനായ ഒരു രാജാവല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ കാണുന്ന ഈ ലോക രാജാക്കന്മാരെ പോലെ യുദ്ധക്കൊതിയന്മാരായി, യുദ്ധവെറിയനായ, കീഴടക്കാൻ വേണ്ടിയിട്ട് അദമ്യമായി ആഗ്രഹിക്കുന്ന ഒരു രാജാവല്ല ഞാൻ. ഇങ്ങനെയൊരു നിലപാട് ഒരു കഴുതയെ വാഹനമായി യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിലൂടെ കർത്താവ് മുൻപോട്ട് വെക്കുന്നുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഈശോയുടെ രാജ്യത്വം എന്ന് പറയുക ഭൗതികമല്ലെന്നും ആ രാജ്യത്വത്തിൻ്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ് എന്നും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു ഈ വചനങ്ങളിലൂടെ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈശോ പ്രതീകാത്മകമായിട്ടാണ് കുതിരയ്ക്ക് പകരം കഴുതയെ വാഹനമായി യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്രകാരം ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയുക,
സെഫാനിയായുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. അവിടെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട് എന്ന സെഫാനിയായുടെ പ്രവചന ഗ്രന്ഥം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, അതിനാൽ നിങ്ങൾ ഇനിമേൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വചനം. അന്ന് ജെറുസലേമിനോട് ഇപ്രകാരം പറയുമെന്നാണ് സെഫാനിയ എഴുതി വച്ചിരിക്കുന്നത്: സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കർത്താവിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണ്, അവൻ നിങ്ങളുടെ മധ്യേയുണ്ട് എന്ന വചനഭാഗത്തിലൂടെ ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യേശു കർത്താവിനെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളതും സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും 4-ാം സുവിശേഷകൻ നൽകുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിനെയും ദൈവശാസ്ത്ര വീക്ഷണത്തെയും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന വചനഭാഗമാണ്. സഹോദരങ്ങളെ, ഈ രാജകീയ പ്രവേശനത്തിൽ ശിഷ്യന്മാരുടെ പ്രതികരണം എപ്രകാരമുള്ളതായിരുന്നു എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷന്റെ പഠനത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. പോസിറ്റീവ്, ഭാവാത്മകമായ അനുകൂല പ്രതികരണവും നെഗറ്റീവ്, അത് പ്രതികൂലമായ പ്രതികരണവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശിഷ്യന്മാരുടെ പ്രതികരണം എപ്രകാരമുള്ളതാണ് എന്ന് കാണുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ ആവേശവും ഈശോയുടെ ചെയ്തികളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോയുടെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈശോ പിൻവലിയുന്നതും രാജാവ് താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ രാജാവായി അവതരിപ്പിക്കപ്പെടാനുള്ള ജനക്കൂട്ടത്തിൻ്റെയും ശിഷ്യന്മാരുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കർത്താവ് ഈ ലോക രാജതാല്പര്യങ്ങൾ തനിക്കില്ല എന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനക്കൂട്ടത്തിൻ്റെ ആവേശം, ഈശോയുടെ ചെയ്തികളും വാക്കുകളും ഒക്കെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ആ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ കൂടിയത് അവൻ രാജാവാകുമ്പോൾ മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം പറയുക: അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല, എന്നാൽ ഈശോ മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിനു ശേഷം മാത്രമാണ് ഇവയുടെയൊക്കെ അർത്ഥം അവർക്ക് മനസ്സിലായതെന്നും പരിശുദ്ധാത്മാവാണ് ഈശോ പഠിപ്പിച്ചതെല്ലാം അവരെ ഓർമ്മിപ്പിച്ചതും മനസ്സിലാക്കി കൊടുത്തത് എന്നും തുടർന്നുള്ള വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവീകമായ കൃപാവരങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരാഹ്വാനമാണ് തൈലാഭിഷേകത്തിലൂടെ യേശു കർത്താവ് നമുക്ക് നൽകുന്നത് എന്നും രാജകീയ പ്രവേശനത്തിലൂടെ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, സ്വർഗരാജ്യത്തിൻ്റെ രാജാവാണ് താനെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു.